അങ്ങനെ നരേന്ദ്രമോദി ഭരണം രാജ്യത്ത് അവസാനിക്കുകയാണ്. പകരം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വാർത്തകളും സംഭവങ്ങളും ഒക്കെ വായിക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്നൊരു തോന്നൽ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി പറയുന്നു ഇനി ഒരിക്കലും നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന്. അതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി കോടതി വിധി വരുന്നു. കെജ്രിവാൾ കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് വിമുക്തനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസ്, അത് സഞ്ജയ് സിംഗ് നേരത്തെ പുറത്തിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ EDയുടെ ഒരു വേട്ടയാടലാണ് ഇത് എന്ന നിലയിൽ കുറേ കാലമായി മാധ്യമങ്ങളിൽ സമീപകാലത്തായി വാർത്തകൾ വരുന്നു. ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ ആ നിലയിൽ അവതരിപ്പിക്കുന്നു. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ ഒരു ഇടക്കാല ജാമ്യം, അതായത് ജൂൺ 1 വരെ പോയി ജൂൺ 1 ജയിലിലേക്ക് മടങ്ങി വരാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ജാമ്യം വരുന്നു. ഫലത്തിൽ ഇത് അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കുന്ന നിലയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് പൊതുവെ വിലയിരുത്തലുകൾ വരുന്നു. എന്തൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കെജ്രിവാൾ അത് ഇതുവരെ സാധാരണ നിലയിൽ ഡൽഹിയിലുണ്ടായിരുന്ന കെജ്രിവാൾ അല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പരിവേഷം വരുന്നത് ഇന്ത്യ മുന്നണി നേതാവ്, ഇന്ത്യ മുന്നണിയുടെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നു. അത് ഫലത്തിൽ അത് ഇന്ത്യ മുന്നണിക്കാകെ ഉണ്ടാകുന്ന ഒരു ആവേശം ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത്തരം സംഭവവികാസങ്ങളിലൂടെയൊക്കെ നരേന്ദ്രമോദി പിന്നോട്ടാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു അധികാരത്തിലേക്കുള്ള വരവാണ് എന്ന തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും എല്ലാം വരികയാണ്. ഫലത്തിൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി, അതായത് BJP സർക്കാരിൻ്റെ ഒരു ഈ 10 കൊല്ലത്തെ ടേം അവസാനിച്ച് ഇനി വരാൻ പോകുന്നത് അവരുടെ അന്ത്യമാണ്. അതായത് വീണ്ടും രാജ്യത്ത് ഒരു UPA ഭരണം, UPA എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണല്ലോ. ഇന്ത്യ മുന്നണി അത് ആര് നേതാവാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം ബാക്കിയാണ്. പക്ഷേ അവർ പ്രതീക്ഷയോടെ കാണുന്നത് ഇന്ത്യ മുന്നണി തിരിച്ച് അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, അതിൽ ഒന്നാം ഘട്ടം മുതൽ കുറഞ്ഞ പോളിങ്ങുകളുടെ ശതമാനമടക്കം ഇന്ത്യ മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ അടക്കം നടത്തുന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന പ്രസംഗങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP തന്നെ അങ്കലാപ്പിലാണ്. BJP 400 സീറ്റ് നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നതാണല്ലോ അവരുടെ പ്രഖ്യാപനം. ആ 400 സീറ്റ് പോയിട്ട് അധികാരത്തിനുള്ള, അതായത് BJP മുന്നണിക്ക് അത് അധികാരം കിട്ടാനുള്ള 272 എന്ന മാജിക് നമ്പർ പോലും കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. ഒരുപക്ഷെ പൊതുരാഷ്ട്രീയ സാഹചര്യം നോക്കിക്കഴിയുമ്പോൾ, ഇപ്പോൾ 2004 ഇന്ത്യ ഷൈനിങ് എന്ന വലിയ പ്രചാരണവുമായാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ, ആ സർക്കാർ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വലിയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തത്. അന്ന് എല്ലാവരും കരുതിയിരുന്നത് BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നതായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അന്ന് ആ സർക്കാർ താഴെ വീണു. തൊട്ടിപ്പുറത്ത് ആദ്യ UPA സർക്കാർ, രണ്ടാം UPA സർക്കാർ, ഒരു 10 വർഷം തുടർച്ചയായി ആ സർക്കാർ തന്നെ ഭരിക്കുന്നു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി ആരോപണങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ് അന്ന് ആരോപണങ്ങളായി ഉയർന്നു വരികയും ഒക്കെ ചെയ്തത്. ആ ആരോപണങ്ങൾ ഉയർന്നു വന്നതോടുകൂടി ആ സർക്കാർ ഒരു 10 കൊല്ലത്തിനപ്പുറത്തേക്ക് പോകാത്തൊരു സർക്കാരായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പുറത്ത് BJP സർക്കാരും ഒരു 10 കൊല്ലം തികഞ്ഞ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ പലരും, രാഷ്ട്രീയ നിരീക്ഷകന്മാരും പലരും നടത്തുന്നു. പൊതുവെ അങ്ങനെയൊന്നുമല്ല, BJP തന്നെ തുടരാനാണ് സാധ്യത എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗവും യഥാർത്ഥത്തിൽ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്.
നമ്മളതിൻ്റെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ഈ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പരമാവധി സീറ്റുകൾ ഇന്ത്യയിൽ നേടാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉൾപ്പെടെ എല്ലായിടത്തും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ഉത്തർപ്രദേശിലടക്കം പരമാവധി സീറ്റുകൾ അവർ നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. മഹാരാഷ്ട്ര, ഏറ്റവും ഒടുവിൽ കർണാടകയിൽ പോലും വലിയ നേട്ടം അവർ ഉണ്ടാക്കുന്ന കാഴ്ച അവർ കണ്ടു. പിന്നീട് അവർ 400-ൻ്റെ കണക്ക് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, അത്തരം മേഖലകളിൽ നിന്നൊക്കെ കൂടുതൽ സീറ്റുകൾ എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അത് എത്രത്തോളം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എത്ര സീറ്റ് കിട്ടും, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും എന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് കാണുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ബി ജെ പിക്ക് കാര്യമായി പ്രതീക്ഷിക്കാൻ അവിടെ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചുരുക്കത്തിൽ ഏതെങ്കിലുമൊക്കെ സീറ്റിൽ വല്ല അട്ടിമറികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ പിന്നെ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. അവിടെ ഏതാണ്ട് 28 സീറ്റിൽ 25 സീറ്റൊക്കെ നേടിക്കൊണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അനുകൂലമായി, മോദിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായതാണ്. അവിടെയാണ് പ്രജ്വൽ രേവണ്ണയുടെയും ലൈംഗിക പീഡന വിവാദങ്ങൾ ആളിക്കത്തുന്നൊരു തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. മാത്രവുമല്ല, കർണാടക കഴിഞ്ഞ ബി ജെ പി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഭരണം അവിടെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല സീറ്റുകളിലും ബി ജെ പിക്ക് അടിപതറും എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് തന്നെ മുന്നേറ്റമുണ്ടാക്കും എന്ന വിലയിരുത്തൽ പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഒരു പരിധിവരെ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഇതൊന്നും സാധാരണ ജനത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന വിവാദമല്ല. ബാംഗ്ലൂർ അടക്കമുള്ള ബി ജെ പിയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും ബി ജെ പിക്ക് പല നേട്ടങ്ങൾ, അതായത് ബാംഗ്ലൂർ നഗരം പോലെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അത്ര പലയിടത്തും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ മറ്റ് പലയിടത്തും ഈ ജെ ഡി എസുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ജെ ഡി എസ് പല മേഖലയിലും അടിത്തറയുള്ള പാർട്ടിയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും, അതായത് ഒരു രണ്ട് പാർട്ടികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുമ്പോൾ, കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുമ്പോൾ മൂന്നാമതൊരു പാർട്ടിക്കുള്ള സാധ്യത പലപ്പോഴും കുറവാണ്. പക്ഷേ കർണാടകയിൽ ജെ ഡി എസ് വളരെ കുറച്ച് സീറ്റിലാണെങ്കിലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ വിജയിക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ചെറിയ പല തെരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ചെറിയ സീറ്റുകളിലാണല്ലോ അവർ പിടിച്ചു നിൽക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ അടിത്തറയൊക്കെയുള്ള ഒരു പാർട്ടി തന്നെയാണ്. പക്ഷേ അവർക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്ന വിവാദം കർണാടകയിൽ ഒട്ടും ആശ്വാസമല്ല. അത് കോൺഗ്രസ്സിന് തന്നെ അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് പല ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും അവിടെ പോളിംഗ് വളരെ കുറവാണ്. ആ പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞത് ബി ജെ പിക്കാണ് തിരിച്ചടിയാകുക എന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ മുന്നണി സഖ്യമുള്ളത്. അങ്ങനെ കേരളത്തിലടക്കം ഇന്ത്യ മുന്നണി സഖ്യം നേതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. ഇനിയുള്ള 10-20 ദിവസം തെരഞ്ഞെടുപ്പ് കാലം അത് അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ശക്തനായ ഒരു നേതാവായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ രാജ്യത്തെ ടെലിവിഷനുകളിൽ സ്വാഭാവികമായും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. പകരം കെജ്രിവാളിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കിട്ടാനുള്ള സാധ്യത എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. പൊതുവെ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറാൻ സാധ്യതയാണോ? ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലേക്ക് വരുമോ? നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ പൊതുവെ കേരളത്തിൽ നിന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയം പലപ്പോഴും വിലയിരുത്തുന്നത് ഭയങ്കര അബദ്ധമായി തന്നെയാണ് മാറാറുള്ളത്. കേരളത്തിൻ്റെ ഒരു മനസ്സ് അത് ഒരു പരിധിവരെ ഒന്നുകിൽ ഇടതല്ലെങ്കിൽ UDF അങ്ങനെയുള്ളൊരു മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടുത്തെ വാർത്താമാധ്യമങ്ങളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന പല വാർത്തകളും കണ്ടാൽ, ഇപ്പോൾ പല നിയമസഭാ തെരഞ്ഞെടുപ്പും കണ്ടാൽ അവിടെ BJP വീണുപോയി എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന തരത്തിലാണ് വാർത്തകൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ
അത് BJPക്ക് അനുകൂലമായിരിക്കും. അതായത് ഒരു പരിധിവരെ നമ്മുടെ ലേഖകന്മാരൊക്കെ ഇത്തരം മലയാളികൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധവുമായി പലപ്പോഴും ചേർന്ന് നിൽക്കാറില്ല എന്നുള്ള കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ അനുഭവത്തിൻ്റെ മുന്നിലുള്ളതാണ്. അതുകൊണ്ട് വാർത്തകൾ മാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോൾ കർണാടക പോലുള്ള പല സ്ഥലങ്ങളിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ BJP ഏതാണ്ട് 300-ലധികം സീറ്റ് ഒറ്റയ്ക്ക് പിടിച്ചു എങ്കിൽ BJPക്ക് അത്രയും സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് തമിഴ്നാട് അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചില അട്ടിമറികൾ ഉണ്ടായി ഈ പോകുന്ന സീറ്റുകൾ അപ്പോൾ കർണാടകയിൽ ചന്ദ്രബാബു നായിഡുമായി ഒക്കെ ചേർന്നുകൊണ്ടാണ് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ BJP അവർക്ക് ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളിൽ ചില അലയൻസുകൾ തന്ത്രപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുമായി വിരുദ്ധരായി നിന്നിരുന്ന പലരെയും ഒപ്പം കൂട്ടി അത്തരം അലയൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലയിലൂടെ NDA 400+ എന്നുള്ളതാണ് അവരുടെ കണക്ക്. 400+ ഇല്ലെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞ സീറ്റിൻ്റെ അത്രയും എത്താനുള്ള ശ്രമമായിരിക്കാം അവർ നടത്തുന്നത്. അവർക്കറിയാം 10 വർഷത്തിന് ശേഷമുള്ള ഒരു സർക്കാരിനുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം എത്രത്തോളം സ്വാഭാവികമായും വന്നേക്കാം. ആ സർക്കാർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും വരാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയായിരിക്കും അവർക്ക് ഉള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുക. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയൊക്കെ ഒരുപാട് ഗ്രാമപ്രദേശമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാ ദിവസവും TV കണ്ട് അല്ലെങ്കിൽ പത്രം വായിച്ച് രാഷ്ട്രീയം വിലയിരുത്തുന്നവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ 5 വർഷത്തെ മോദി ഭരണത്തെ വിലയിരുത്തിയിട്ടുണ്ടാകും. അവിടെ BJP വോട്ടർമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രം വന്നിട്ടുണ്ട്, പലയിടത്തും ഗംഭീര റോഡുകൾ, പ്രൊജക്റ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വന്നിട്ടുള്ള ഒരു മികച്ച ഭരണം എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്ന വോട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലൊരു അടിസ്ഥാന വോട്ടിംഗ് പാറ്റേൺ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ കെജ്രിവാൾ വിവാദമൊക്കെ വളരെ ചെറിയൊരു ശതമാനം വോട്ടർമാരെ മാത്രമാണ് ബാധിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു തുടർ ഭരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. BJP തന്നെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴും തോന്നുന്നില്ല. മലയാള മാധ്യമങ്ങൾ ഒന്നാകെ ഇങ്ങനെ പറയുമ്പോഴും അത് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു 300 സീറ്റോളമെങ്കിലും BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 400 എന്നുള്ളത് അവരൊരു ടാർഗറ്റായി, ഒരു എലക്ഷൻ ടാർഗറ്റായി ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു 300 സീറ്റ് BJPക്ക് മാത്രം കിട്ടാനുള്ള സാധ്യത വീണ്ടും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം അവർ പണിയെടുക്കുന്നുണ്ട്, അവർ അത്രത്തോളം ഓടി നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഓടി നടന്ന് എവിടെയോ 10 പ്രസംഗം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, എന്തെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നോ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗങ്ങൾ മാത്രം അതെന്ത് വിഷയമാണെങ്കിലും എടുത്തു നോക്കിയാൽ മതി. രാഹുൽ ഗാന്ധി സ്കൂൾ കുട്ടികളോട് സംസാരിക്കുന്ന പോലെയും, അതായത് നഴ്സറി കുട്ടികളോട് സംസാരിക്കുന്ന പോലെയും പ്രധാനമന്ത്രി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആവേശവും ഉണ്ടാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു ലീഡർ എന്നുള്ള പരിവേഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അതായത് പവർഫുൾ ലീഡേഴ്സിനെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അവിടെ മോദിയുടെ തട്ട് അല്പം താഴ്ന്നു തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ ഇപ്പോഴും വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷെ നാളെ കെജ്രിവാൾ യോഗമൊക്കെ ഉണ്ടായാൽ അതിന് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും നമ്മൾ തള്ളിക്കറിയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്ന സ്വപ്നം കാണാം എന്നതിനപ്പുറത്തേക്ക് അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക. നന്ദി.